അസ്സലാമു അലൈക്കും. ഇന്ന് ഓഗസ്റ്റ് 19. അപ്പോൾ 11 മാസത്തിന് ശേഷം ഒരു യൂട്യൂബിലൊരു വീഡിയോ എന്ന് വെച്ചാൽ ഒരു ചെറിയ യാത്രയാണ്. യാത്ര എന്ന് പറഞ്ഞാൽ യാത്ര ലാസ്റ്റ് പറയാം എങ്ങോട്ടാണുള്ളത്. ഒരു 1.5 വർഷം മുമ്പൊക്കെ ഞാൻ ഒറ്റക്കായിരുന്നു മാക്സിമം ട്രാവൽ ചെയ്തത്, സോളോ. അതിന് ശേഷം രണ്ടാമതൊരാൾ ലൈഫിലോട്ട് ഇടിച്ച് കയറി വന്നു. അതിനുശേഷം ചെറിയ പാക്കിങ്ങുള്ള എൻ്റെ ലൈഫിൽ അത് വലിയൊരു പാക്കിങ്. ഒരു ചെയർ കൊണ്ടുപോയാൽ ഞാൻ 2 ചെയർ കൊണ്ടുപോകേണ്ട അവസ്ഥ. അതിലുപരി സിംഗിൾ ബെഡ് യൂസ് ചെയ്ത, അല്ലെങ്കിൽ സിംഗിൾ 2 പേഴ്സൺ ടെൻറ്റ് യൂസ് ചെയ്ത ഞാൻ ഇപ്പോൾ 3 പേഴ്സൻ്റെ ടെൻറ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ബാക്ക് പാക്ക്, എൻ്റെ അടുത്ത യാത്രക്കുള്ള ബാക്ക് പാക്കിങ്ങുള്ള വീഡിയോ ആണത്. ചെറിയൊരു വീഡിയോ നമ്മളോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. എങ്ങനെയുണ്ട് ചോദിച്ചാൽ എക്സൈറ്റ്മെൻ്റ് ആണ്. എക്സൈറ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ പോകാനുള്ളത്, ഇതൊക്കെ പാക്ക് ചെയ്യണ്ടേ. അയ്യോ, പാക്കിംഗ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്തെല്ലാം കൊണ്ടുപോകുന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. എവിടുന്ന് തുടങ്ങണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാ ഫസ്റ്റിൻ്റെ ഹെൽമെറ്റ്, LX2ൻ്റെ ഹെൽമെറ്റ്, പിന്നെ ആക്സോറിൻ്റെ ഇൻ്റർകോം. 2 വർഷത്തോളമായി എൻ്റെ കൂടെ. ഒരു 45,000 കിലോമീറ്റർ, ഒരു 45,000+ കിലോമീറ്റർ എൻ്റെ കൂടെ ഉണ്ടായ എൻ്റെ മെയിൻ. രണ്ടാമത് ഇവിടെ ഹെൽമെറ്റ് SMKൻ്റെ, അവിടെ ഇജാസിൻ്റെ ഇൻ്റർകോമും. പിന്നെ അതിൻ്റെ ഇത് നമ്മുടെ മാക്ക്, എഡിറ്റിംഗ് എല്ലാം ഞാൻ ഈ മാക്കിലാണ് ചെയ്യാറ്. ഇത് ബെൽക്കിൻ്റെ എക്സ്റ്റൻഷൽ, കാരണം നമുക്ക് മെമ്മറി കാർഡ് OTG ഒക്കെ കുത്തണമെന്നുണ്ടെങ്കിൽ അഡീഷണലായിട്ട് അത് നമുക്ക് ഈ ബെൽക്കിൻ്റെ യൂസ്ഫുള്ളാവും. ഇത് മാക്കിൻ്റെ ബാഗാണ്, അത് ജസ്റ്റ് ഒരു ട്രാവലിംഗ് ബാഗ്. ഇത് പിന്നെ എൻ്റെ ഗാഡ്ജറ്റ്സിൽ മെയിനായിട്ടുള്ളത് ഇൻസ്റ്റാ 360 5.7K വീഡിയോ റെക്കോർഡിങ് ഓക്കെയാണ്. ഇത് ഞാൻ ലാസ്റ്റ് ട്രിപ്പ് കൊണ്ടുപോയപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തതിൻ്റെ ക്യാമറ GoPro Hero 12 Pro, GoProയുടെ Hero 12 Pro ആണിത്. അത്യാവശ്യം വീഡിയോ ക്വാളിറ്റി എല്ലാം പെർഫെക്റ്റ് ആണ്. 5.7K ആണ്. ഇത് അതിൻ്റെ ബാറ്ററിയാണ്. 3 ബാറ്ററി ഉണ്ടായിരുന്നു, 1 ഡാമേജ് ആണ്. ഇത് അതിൻ്റെ അഡാപ്റ്റർ, ചാർജ് ചെയ്യുന്ന അഡാപ്റ്റർ. പിന്നെ ഇത് ഇൻസ്റ്റാ 360യുടെ സ്റ്റിക്ക്, ഇൻവെസിബിൾ സ്റ്റിക്കാണിത്. ഇത് പെർഫെക്റ്റാണ്, ഇത് നിർബന്ധമായിട്ടും വേണം. ഇത് പിന്നെ ആക്ഷൻ 5 Pro, അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് ആക്ഷൻ 5 Proയിലാണ്. ഇത് ലേറ്റസ്റ്റ് ഞാൻ പുതിയ വാങ്ങിയതാണ്. ഒരു 5-6 മാസത്തോളം, അല്ല 6 മാസമൊക്കെ ആയിട്ടുള്ളൂ. ഇത് അതിൻ്റെ സ്റ്റിക്കാണ്, ഇത് നമുക്ക് ഉപയോഗിക്കാം. ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത്, ഈ വീഡിയോ എടുത്തിരിക്കുന്ന ഒരു സ്റ്റിക്കുണ്ട്, അത് ഹീറോ ഈ GoProയുടെ സ്റ്റിക്കിലാണ്. ഓക്കെ. പിന്നെ അടുത്തത് ഇത് നമ്മുടെ DJI ക്യാമറ അല്ലേ, അതിൻ്റെ ബാറ്ററീസാണ്. മൊത്തം 3 ബാറ്ററി ഉണ്ടാവും, അതിൽ 2 ബാറ്ററി, 1 ലോ ആണ്. പിന്നെ ഇത് രണ്ടും എൻ്റെ ഹാർഡ് ഡിസ്ക്, 2TBയുടെ 2 ഹാർഡ് ഡിസ്ക്കാണ്. ഇതെൻ്റെ പഴയത്, ഇതെൻ്റെ പുതിയത്. രണ്ടിലും സ്റ്റോറേജ് ഓൾമോസ്റ്റ് ഇല്ല. ഇത് ഓൾമോസ്റ്റ് ഫുള്ളാണ്, ഇത് 2TB ഫ്രീ ഉണ്ട്. പിന്നെ വരുന്ന ഈ 4 അഡാപ്റ്റർ, ഇത് 3ഉം ഈ കാണുന്ന 3ഉം 20 വാട്ടിൻ്റെയാണ്. ഇത് 35 വാട്ടിൻ്റെയാണ്. ഇത് മാക്കിൻ്റെ. ഇത് പിന്നെ OG ഞങ്ങളുടെ കേബിൾ, ഞാൻ യൂസ് ചെയ്യുന്നത് 15 Proയും 15 Pro Maxും ആണ്. അപ്പോൾ അതിൻ്റെ അഡാപ്റ്റർ. പിന്നെ വരുന്നത് ഇത് മെമ്മറി പെൻഡ്രൈവുകളാണ്. ഒരു 2TB പെൻഡ്രൈവും, പിന്നെ ഇത് മെമ്മറി കാർഡ്. ഇതിലൊക്കെ മെമ്മറി കാർഡ് വേണം അഡീഷണലായിട്ട് ഇന്ത്യയിലുള്ള. അപ്പോൾ ഇതൊരു 2TB മെമ്മറി കാർഡ് ഉണ്ടാവും. പിന്നെ ഇത് സാംസങ്ങിൻ്റെ 16 mAhൻ്റെ പവർ ബാങ്ക്, ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്നത്. ഇതുപോലെ ഉപയോഗിക്കുന്ന ഷുവമിയുടെ 10,000 mAh, ഇത് വയർലെസ് ആണ്, അത്യാവശ്യം നല്ല ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇതാണ് പിന്നെ ക്യാമൻ സോണിയുടെ മൈക്ക്. ഇപ്പോൾ DJIക്ക് ഇപ്പോൾ ഈ മൈക്ക് ഇത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല, പക്ഷേ ഈ ഹീറോയുടെ ഈ GoProക്ക് ഇത് വേണം. ഇതിൻ്റെ മൈക്ക് ക്വാളിറ്റി പെർഫെക്റ്റാണ്. പിന്നെ ഇപ്പോൾ യൂസ് ചെയ്യുന്ന മൈക്ക് പറയുന്നത് ഹോളിലാൻഡിൻ്റെ മാർക്ക് M2 എന്ന് പറഞ്ഞ മൈക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അത്യാവശ്യം ഓഡിയോ ക്വാളിറ്റി ഒക്കെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് മനസ്സിലാവും ക്വാളിറ്റി ഉണ്ടോ ഇല്ല എന്നുള്ളത്. പിന്നെ ഇത് ഹൈഡ്രേഷൻ ബാഗാണ് റൈഡയുടെ. ഇതൊരു 2 വർഷം പ്ലസ്സായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. അത്യാവശ്യം 2 ലിറ്ററിനാണ് ഇത് പെർഫെക്റ്റ്.
വെയർ ചെയ്യാനും അതുപോലെ പക്ക കംഫർട്ടാണ്. അതിലുപരി ഇവിടെ രണ്ട് പാക്കിംഗ് ഉണ്ട്, നമുക്ക് ഫോൺ വെക്കാനോ അല്ലെങ്കിൽ സൺഗ്ലാസ് വെക്കാനോ യൂസ്ഫുള്ളായിട്ടുള്ളത്. ഇത് ലേറ്റസ്റ്റ് സൺഗ്ലാസ്. ഇത് പിന്നെ എൻ്റെ എയർപോഡ്. പിന്നെ ഇതൊരു ടെൻറ്റിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു എമർജൻസി ചെറുതായിട്ടുള്ള. ഇത് പിന്നെ സൈഡ് ബാഗ്, അത് അവൾക്ക് ഫോണും കാര്യങ്ങളും വെക്കാനുള്ളത്. പിന്നെ ഇത് പവർ ബാങ്കാണ്. ഇതൊരു മൊത്തം ഒരു 80,000 അല്ലെങ്കിൽ 70,000 mAh പവർ ബാങ്ക് ഉണ്ട്. 20,000-ൻ്റെ 2 പവർ ബാങ്കും 10,000-ൻ്റെ ഒരു 3 പവർ ബാങ്കും. പഴയതാണ്, എല്ലാം ഓക്കെയാണ്. എന്നാലും ഇത് ഞങ്ങൾ മെഡിസിൻ കിറ്റാണ്. പാരസെറ്റമോള്, അതുപോലെ പാൻറ്റോപ്പ്, തലവേദനക്കുള്ളത്. പിന്നെ AMMs എന്തായാലും വരും, AMS. അപ്പോൾ ആ ആറ്റിറ്റ്യൂഡൊക്കെ കയറുമ്പോൾ നമുക്ക് ടാബ്ലറ്റ്സ് നിർബന്ധമാണ്. അപ്പോൾ അതിനുള്ളത്. അത് പിന്നെ ബലക്ലാവ, ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ അത് ഉപയോഗിക്കണം, എന്നിട്ട് വേണം ഹെൽമെറ്റ് വെയർ ചെയ്യാൻ. ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്താണെന്നുള്ളത്. കഴിഞ്ഞ എൻ്റെ യൂട്യൂബ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കഴിഞ്ഞ കൊല്ലം ലഡാക്ക് പോന്നിട്ടുണ്ട്, ഇക്കൊല്ലം അത് ലഡാക്കിൽ. അത്യാവശ്യം നല്ല ആയുസ് ഉണ്ട് തോന്നുന്നുണ്ട് ഇതിന്. പിന്നെ ഇതിൻ്റെ ഗ്ലൗസാണ് റൈനോക്സിൻ്റെ തന്നെ. ഇതേപോലെ ഗ്ലൗസ് റൈനോക്സിൻ്റെ തന്നെ. ഇത് ജംഷിയുടെ തെർമൽസ് പാൻറ്റും അതുപോലെ ഷർട്ടും ടീഷർട്ടും. ഇത് എൻ്റെ തെർമൽസ്. ഇത് പിന്നെ ടാങ്ക് ബാഗാണ്, ബൈസൻ്റെ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതും അത്യാവശ്യം ഒരു 2 വർഷത്തോളം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്, വലിയ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇത്തിരി വൈപ്സാണിത്. ഇത് ബ്രദർ ദുബായിൽ നിന്ന് വന്നപ്പോൾ എനിക്ക് കിട്ടിയതാണ്, മാഷാ അല്ലാ. പിന്നെ ഇത് പോർട്ടബിൾ ഗ്യാസാണ്. അതായത് ഇത് പിടിച്ചേ. യെസ്, കഴിഞ്ഞ വർഷം പോയപ്പോൾ ചായ ഒക്കെ ഉണ്ടാക്കി കുടിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ പോകുന്ന സ്ഥലത്ത് ചിലപ്പോൾ സമയത്ത് ചായ കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് പോർട്ടബിൾ സ്റ്റൗ. ഇത് അതിൻ്റെ പോർട്ടബിൾ ഗ്യാസ്. അധികം എല്ലാ ട്രാവലേഴ്സും യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞങ്ങൾ കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും എന്താണെന്നുള്ളതൊന്ന് കാണിച്ച് തന്നു എന്നുള്ളൂ. പിന്നെ വരുന്നത് കുക്കിങ്ങിന് വരുന്ന ചെറുതായിട്ടുള്ള പ്ലേറ്റ്സ്. ഇത് കുറച്ച് സാധനങ്ങളുണ്ട്. ഇത് അവിടെ എത്തിയിട്ട് ഞാൻ വ്ളോഗ് ചെയ്യുമ്പോൾ ഇത് ഞാൻ അൺബോക്സ് ചെയ്ത് കാണിച്ചു തരാം. കാരണം ഇതിവിടെ അങ്ങനെ ടൈറ്റാക്കി പാക്ക് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ വരുന്ന ഇത് വാഷ് ബാഗാണ്. ഈ വാഷ് ബാഗിൽ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുള്ള പേഴ്സണൽ സാധനങ്ങളെല്ലാം ഇതിലുണ്ട്. ബ്രഷ്, പേസ്റ്റ്, സൺസ്ക്രീന്, എക്സെട്ര എല്ലാം ഇതിലുള്ളത്. പിന്നെ ഇത് നമ്മുടെ വാഷ് ബാഗ്, ബൈക്കിൻ്റെ എന്തൊക്കെ വയ്ക്കുന്നുണ്ടെങ്കിൽ ചെയിൻ ക്ലീനർ, ചെയിൻ ലൂബ്, ബ്രഷ്, ക്ലോത്ത്, 8 mm ചെറുത്, അങ്ങനെ അത്യാവശ്യം ബൈക്കിന് അത്യാവശ്യം വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. പഞ്ചർ കിറ്റും ഇതിലുണ്ട്. പിന്നെ ഇത് 8 mm ഇവനാണ് മെയിൻ സാധനം, ഇവൻ നിർബന്ധമാണ്. പിന്നെ ഇതൊരു അഡീഷണൽ എക്സ്റ്റൻഷൻ കേബിള്. പിന്നെ ഇത് ഇതാണ് മെയിൻ. ഇത് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ട്രാവൽ ചെയ്യുമ്പോൾ ഇത് ലേഡീസിന്, ഇത് നമുക്കെല്ലാവർക്കും ഉപയോഗപ്പെടും. ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ പറ്റിയ സീറ്റ് കവറാണ് ഇത് ഓക്കെ. ഇത് ലേഡീസിന് ഉപയോഗിക്കാൻ പറ്റിയതാണ്, പി സേഫ് എന്ന് പറയുന്നത്. ഇത് ഞാനൊരു ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം, സെപ്പറേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൽ നിങ്ങൾക്കത് കാണാം. ഓക്കെ, ഇതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ട് കൊടുക്കാം, അപ്പോൾ അത് മനസ്സിലാവുള്ളൂ എക്സ്പ്ലനേഷൻ കാര്യങ്ങൾ. പിന്നെ ഇത് രണ്ടാമത് ഫോണ്. പിന്നെ ഇതെല്ലാം ഡ്രസ്സുകളാണ്. ഇത് ടോട്ടലി ഡ്രസ്സുകളാണ് മൊത്തത്തിലെല്ലാവരും, എൻ്റെതും അവളതും. ഇത് ഞങ്ങൾ ട്രക്കിങ്ങിനുള്ളത്. ഇത് ഇവളുടെ പേഴ്സണൽ ഡ്രസ്സുകളാണ്. എനിക്ക് താജ്മഹലൊക്കെ പോവുകയാണെങ്കിൽ പൊലിവ്. ഇത് ടീഷർട്ട് കാര്യങ്ങൾ രണ്ടും. ഇത് പിന്നെ എൻ്റെ ടീഷർട്ട് കാര്യങ്ങൾ, അതിൻ്റെ പാൻസ് ഇതുപോലത്. ഇത് പിന്നെ ഞങ്ങൾ വുഡീസ് കാര്യങ്ങൾ. അങ്ങനെ ബെഡിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തുള്ളത് ഇത് രണ്ടാളുണ്ട് സ്ലീപ്പിംഗ് ബാഗ്. ഇത് എൻ്റേത് 10 ഡിഗ്രിയും ഇവളത് 8 ഡിഗ്രി. രണ്ടാമതും 10 ഡിഗ്രി. 10 ഡിഗ്രി വരെ ഓക്കെയാണ്. പിന്നെ ഇത് രണ്ടാൾക്കുള്ള ചെയർ. ഡക്കാത്ലോൺ പറയേണ്ട ആവശ്യമില്ലല്ലോ. അത് പിന്നെ 3% ടെൻറ്റ്, 3% ടെൻറ്റാണത്. പിന്നെ ഇതുപോലെ റൈനോക്സിൻ്റെ പാൻറ്റും സ്കാലൻ്റെ ജാക്കറ്റ്. ഇതിപ്പോൾ ഒരു 15,000 കിലോമീറ്റർ ചിലപ്പം പോകുന്നുണ്ടാവില്ലേ. ഇത് വേറെ ചെയ്തിട്ട് 15,000 കിലോമീറ്ററിൻ്റെ ഒരു എക്സ്പീരിയൻസ് പറ. എന്താ നല്ല അഡ്വഞ്ചറായിരുന്നു. അവൾക്ക് ഈ ക്യാമറ ഫിയറിങ്ങിൻ്റെ ഇതുണ്ട്. ഇനി പഠിച്ചോളും, സമയമുണ്ടല്ലോ. ഒരു ആക്സിഡൻ്റൊക്കെ പറ്റിയാലും സിമ്പിളല്ലേ. ആക്സിഡൻറ്റ് പറ്റിയിട്ട് ഓക്കെ അല്ലേ? പറ്റിയിട്ട് ഓക്കെയാണ്. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. ഇതിൻ്റെ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. റൈനോക്സും മാക്സോറും വേറെ ലെവൽ.
യെസ്. ഇനി മെയിനായിട്ടുള്ളതാണ് ഇതെല്ലാം നമ്മൾ എങ്ങനെ കൊണ്ടുപോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം ചിന്തിക്കുന്നത് എന്നെ അറിയുന്നവരും ആദ്യം ചിന്തിക്കുക ഇതാ ഈ ടോപ്പ് ബോക്സ് നേക്കാരം. പക്ഷേ ഇപ്രാവശ്യം നമ്മൾ ടോപ്പ് ബോക്സ് ചൂസ് ചെയ്യുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ യാത്രയിൽ കുറേ എന്താ പറയുക നെഗറ്റീവുകൾ ടോപ്പ് ബോക്സ് കാരണം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം അത് വേണ്ട. അപ്പോൾ ഇപ്രാവശ്യം കൊണ്ടുപോകണേ റൈസിൻ്റെ 40 ലിറ്ററിൻ്റെ ഈ ഒരു ബാഗ്. ഇത് ബാക്കിൽ നമ്മൾ മൗണ്ട് ചെയ്യും. അതിലുപരി റൈനോസിൻ്റെ 20 ലിറ്റർ പ്ലസ് 20 ലിറ്റർ അങ്ങനെ 2 ബാഗ് സൈഡിലും. ഇത് രണ്ടും കഴിഞ്ഞ പ്രാവശ്യം ലഡാക്ക് ട്രിപ്പിൽ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോൾ അത് രണ്ടും. ഇത് പിന്നെ ബൂട്ട്സ്, ഇതിൻ്റെ ബൂട്ട്സ് അതവിടെ ബൂട്ട്സ്, അത് ചെരുപ്പ്. പിന്നുള്ളതാ ഇത് ജെല്ലി സീറ്റ്. ബാക്ക് വെക്കുന്ന ആൾക്ക് ഈ ബാഗ് വരുന്നത് കൊണ്ട് ബാക്ക് പെയിൻ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ജെല്ലി സീറ്റ് വെച്ച് ഇതിൻ്റെ മുകളിൽ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഇത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇതിൻ്റെ റിവ്യൂ പറയണം. ഓക്കെ, ഒരു 5000 കിലോമീറ്റർ ആയിട്ട് ലഡാക്ക് പോയിരുന്നിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം. അത് പറയാം. ഇത് പിന്നെ എൻ്റെ ബാഗിൻ്റെ വണ്ടിയുടെ എന്താ പറയുക കവറ്, വണ്ടിയുടെ കവറ്. ഇത് പിന്നെ അവളെ ബൂട്ട്സ് ബൈസൻ്റെ ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്, വാട്ടർ പ്രൂഫാണ്. ഇത് പിന്നെ എൻ്റെ ബൂട്ട്സ് ആക്സോറിൻ്റെ. ഇത് വെച്ച് ഞാനൊരു 500 കിലോമീറ്റർ ഓടി നോക്കി റൺ ചെയ്ത് കുഴപ്പമില്ല, ഓക്കെയാണ്. ആ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. പിന്നെ ഇൻ്റർകോം ഇതാ ടോട്ടലായിട്ടുള്ള ഒരു വ്യൂ. ഇതെല്ലാം പാക്ക് ചെയ്യണം. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 19. ഓഗസ്റ്റ് 19 ഇതെല്ലാം പാക്ക് ചെയ്യണം. പാക്ക് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് നാളെ അല്ലേ 20-ാം തീയതി രാവിലെ ഞങ്ങൾ ഇറങ്ങാൻ വിചാരിക്കുന്നു. പിന്നെ എങ്ങോട്ടാണെന്നുള്ളൊരു ചോദ്യം ഉണ്ടാവും. ഒരു 15 സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നുണ്ട്. 20+ ഡേയ്സാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടതും കാണാത്ത സ്ഥലങ്ങളും. ഇപ്പം ഞാൻ കണ്ടത്, ഞാനിപ്പോൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആഗ്ര ഇപ്പോൾ ഞാൻ 3 പ്രാവശ്യം കണ്ടു. താജ്മഹൽ ഇപ്പോൾ 3 പ്രാവശ്യം ഞാൻ വിസിറ്റ് ചെയ്തു. ഇപ്പോൾ കണ്ട സ്ഥലം എന്തിനു ചൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ കാണാത്തവരും ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യാമെന്നുള്ളത്. പക്ഷേ കണ്ടാലും പിന്നെ നമ്മൾ അതിലോട്ട് ആകർഷിക്കും. അങ്ങനെ കുറേ സ്ഥലങ്ങളുണ്ട്. അതിൽ മെയിനാണ് ഈ പറയുന്ന ലഡാക്ക്. ഒരു പ്രാവശ്യം പോയി, 2ാമത്തെ പ്രാവശ്യം പിന്നെ അഡ്വഞ്ചർ. ഇപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു 2500 കിലോമീറ്റർ, ഡൽഹിക്ക് 2500 കിലോമീറ്റർ ഉണ്ട്. എന്തിനാ അതുവരെ റൈഡ് ചെയ്ത് പോകുന്നു? അല്ലെങ്കിൽ ട്രെയിനുമായി കയറ്റി വിട്ടുകൂടെ, അല്ലെങ്കിൽ സേഫ് എക്സ്പ്രസ് വണ്ടി കൊടുത്ത് വിട്ടുകൂടെ, എന്നിട്ടും പോകാം എന്ന് ചിന്തിക്കാം. പക്ഷേ അതല്ല. ഓരോ റൈഡും എന്നെ സംബന്ധിച്ച് ഓരോ റൈഡും ഓരോ എക്സ്പീരിയൻസാണ്. ഓരോ റൈഡും ഓരോ എക്സ്പീരിയൻസാണ്. അപ്പോൾ അത് മാക്സിമം ഇപ്പോൾ ഈ ഒരു ഏജ് കഴിഞ്ഞ് ഒരു 10 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചത് നമുക്ക് നടക്കണം എന്നില്ല. അപ്പോൾ അങ്ങനെ പല കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്ന ലഡാക്ക്, അതിലുപരി സ്പിതി, പിന്നെ രാജസ്ഥാൻ, പഞ്ചാബ്, ആ ഒരു പോർഷൻ, ആ മുകളിൽ നിൽക്കുന്ന ആ പോർഷൻ അടുത്ത പ്രാവശ്യം ആ ഒരു പോർഷൻ മൊത്തം കവർ ചെയ്യുന്നുള്ളതാണ്. അടുത്ത പ്രാവശ്യം പോയി വന്നു കഴിഞ്ഞാൽ ഈ ചുമര് മൊത്തം ഓരോന്ന് ടിക്കറ്റ് വരണം ഇൻഷാല്ലാ വിചാരിക്കണേ. സേഫായി പോയി വരണം. പിന്നെ എല്ലാം ശരിയാകും എന്നുള്ളതാണ്. ബൈക്കിൻ്റെ വീഡിയോ ഞാനിപ്പോൾ കാണിക്കുന്നില്ല. ബൈക്കിൻ്റെ വീഡിയോ അത് നിങ്ങൾക്ക് കാണാം. ട്രാവലിങ്ങിലൂടെ ഞാൻ ഓരോന്ന് ഇട്ട് തരാം ബൈക്കിൻ്റെ വീഡിയോ. പിന്നെ മെയിനായിട്ടുള്ള ചോദിക്കാന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഇതെല്ലാം ആക്സസറീസുകൾ, ഇപ്പോൾ ഞങ്ങൾ റൈഡിങ് കേസ് കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്തത് കോഴിക്കോട്ടുള്ള റിയൽ ആക്സസറീസാണ്. ഓഫ്കോഴ്സ് അഫ്സലാണ് മെയിൻ. അപ്പോൾ ബാക്കി എന്തൊക്കെയോ പറയാൻ ഞാനിങ്ങനെ കണക്കൂട്ടി വന്നു. പക്ഷേ ഈ ഒരു ഇപ്പോൾ ഞങ്ങൾക്ക് പാക്കിംഗ് ഉണ്ട്, ഞങ്ങൾക്ക് ഞങ്ങളുടേതായ വീഡിയോസും കാര്യങ്ങളും എടുക്കാനുണ്ട്. 10 കൊല്ലം കഴിഞ്ഞാൽ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാം 10 കൊല്ലം മുമ്പ് എന്തായിരുന്നു ഉപ്പയും ഉമ്മയും എന്നുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. അസ്സലാമു അലൈക്കും.